തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ശേഷം UDF ഒന്ന് യോഗം ചേരുകയാണ് കേട്ടോ. യെസ്, UDF ഒന്ന് യോഗം ചേരുമ്പോൾ നിശ്ചയമായും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചർച്ച ചെയ്യാനുണ്ട്. കൊച്ചിയിലാണ് ഇന്നത്തെ യോഗം. യെസ്, അതായത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ പദവികൾ സംബന്ധിച്ച് ഘടകകക്ഷികളുടെ അവകാശവാദങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും PV അൻവറിന്റെ UDF പ്രവേശന കാര്യവും യോഗത്തിൽ ചർച്ചയാകും. യെസ്, അഹമ്മദ് മുജ്തബയുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. മുജ്തബ, ഗുഡ് മോർണിംഗ്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നം വിജയത്തിന് ശേഷം UDF യോഗമുണ്ട്. ഇന്നിപ്പോൾ ഘടകകക്ഷികളൊക്കെ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്ത് വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ പദവികളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഒരു വിശദമായ ചർച്ചയുണ്ടാകും. ഒപ്പം തന്നെ PV അൻവറിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപനം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കാമോ? എന്താണ് യോഗത്തിന്റെ മൊത്തത്തിൽ അജണ്ട? ഗുഡ് മോർണിംഗ് ജിൽസെ സൈഫുദ്ദീൻ. ഇന്ന് 11 മണിക്ക് കളമശ്ശേരി ചക്കോളാസിലാണ് ഈ യോഗം ചേരുന്നത്. വിവിധ UDFന്റെ നേതാക്കൾ അല്പസമയത്തിനകം തന്നെ കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച ഒരു സമീപകാലത്തെ ഒരു പ്രതീക്ഷ നൽകുന്ന UDFന് പ്രതീക്ഷ നൽകുന്ന ഒരു വിജയത്തിന് ശേഷം ഒരുപക്ഷെ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, ഒരുപക്ഷെ എന്നല്ല ആദ്യത്തെ ഒരു UDFന്റെ നേതൃയോഗമാണ്. സ്വാഭാവികമായും ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതു അവലോകനം, ഏതൊക്കെ രീതിയിലാണ് പാർട്ടിക്ക് നേട്ടമുണ്ടായത്, അത് വിലയിരുത്തിക്കൊണ്ട് തന്നെ ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങേണ്ടതിന്റെ അനിവാര്യത, ഏതൊക്കെ തരത്തിലാണ് ഇനി പ്രചാരണങ്ങളുമായി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ചുവടുവെപ്പുകൾ ഇന്നത്തെ യോഗത്തിൽ ഒരു ചർച്ചയുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവലോകനത്തിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട യോഗം കൂടിയായി ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന UDFന്റെ നേതൃയോഗം മാറും എന്നൊരു കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, മുന്നണി വിപുലീകരണത്തിന് പ്രധാനപ്പെട്ട ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ആളുകളെ UDFലേക്ക് കൊണ്ടുവരും എന്നതുൾപ്പെടെയുള്ള വിവിധ പ്രതികരണങ്ങൾ നേരത്തെ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് പങ്കുവച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ചർച്ചയും വന്നതാണ്. അത് നമ്മൾ മീഡിയ വണ്ണിലൂടെ തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കേട്ടതാണ്. ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് UDFനകത്ത് ഒരു പ്രധാനപ്പെട്ട ചർച്ചയുണ്ട്. അത് ഒരു വിഭാഗം ആളുകൾ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ജോസഫ് വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള കൃത്യമായ നിലപാടെടുക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഒരു കൺസേൺസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇന്നത്തെ യോഗത്തിലുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് മുന്നണി വിപുലീകരണത്തെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ടുവരികയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത്, ഇനി തൊട്ടടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി കച്ചകെട്ടി ഇറങ്ങുക എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലേക്ക് UDF കടക്കുകയാണ്. ആ ഒരു തരത്തിൽ മുന്നണി വിപുലീകരണവും മാണി ഗ്രൂപ്പിന്റെ UDF പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, നേരത്തെ അൻവറിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ സാധ്യത? അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് മുസ്ലിം ലീഗിന് നിലപാടുണ്ട്. സണ്ണി ജോസഫ് ആ കാര്യം നേരത്തെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയതാണ്. അപ്പോൾ അൻവർ ആണെങ്കിൽ UDF എന്ത് പറയുന്നു എന്ന് കാത്ത് പുറത്തിരിപ്പാണ്. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ തന്നെ അൻവറിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുമെന്ന് തോന്നലുണ്ടോ? ഇന്ന് അത് സംബന്ധിച്ച് ഒരു പൊതുധാരണ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് സൈഫുദ്ദീൻ. അതായത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് തന്നെ UDFൽ അംഗത്വം വേണം, UDFന്റെ ഘടകകക്ഷിയാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അന്ന് മുതൽ തന്നെ PV അൻവർ നിരവധി വേദികളിൽ UDFുമായി ബന്ധപ്പെട്ടും വിവിധ പാർട്ടികളെ ലീഗുമായി ബന്ധപ്പെട്ടൊക്കെ ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ പല വേദികളിൽ ആവശ്യം ഉന്നയിച്ചതാണ്. ഇന്നിപ്പോൾ അത് സംബന്ധിച്ച് PV അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കും എന്നുള്ള രൂപത്തിലാണ് ചർച്ചകൾ പോകുന്നത്. UDFനകത്ത് പ്രത്യേകിച്ച് ലീഗിന്റെ ഒരു ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് നേരിട്ട് പിന്നെ UDFന്റെ ഘടകകക്ഷി അല്ലെങ്കിൽ അംഗം എന്നാക്കുന്നതിനപ്പുറത്തേക്ക് അസോസിയേറ്റ് അംഗമായി അൻവറിനെ പരിഗണിക്കാം എന്നൊരു പൊതുധാരണ അത്തരത്തിൽ UDFനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രത്യേകിച്ച് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അത് ഭാവിയിൽ എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു സമയത്ത് അൻവറിനെ കൂടി ചേർത്ത് നിർത്തി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇന്നത്തെ യോഗത്തിൽ അത് സംബന്ധിച്ചൊരു പൊതുധാരണ ഉണ്ടാകും. അത് യോഗത്തിൽ പൊതുവായി അറിയിച്ച ആ രൂപത്തിൽ തീരുമാനവുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. PV അൻവറിനെ അസോസിയേറ്റ് അംഗമായി UDFുമായി സഹകരിച്ച് കൂടെ നിർത്തുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിലേക്ക് ഇന്നത്തെ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ യോഗത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തദ്ദേശ
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അവലോകനവും കാര്യങ്ങളും ഒരു മിന്നുന്ന വിജയത്തിൻ്റെ ശോഭ ഒക്കെ യോഗത്തിൽ ചർച്ചയാകുമ്പോൾ തന്നെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിവിധ അവകാശവാദങ്ങളുമായി പ്രത്യേകിച്ച് ഈ മേയർ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ, കൊച്ചിയിലൊക്കെ ഡെപ്യൂട്ടി മേയർ വേണമെന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ സ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന അവകാശവാദങ്ങൾ, പ്രത്യേകിച്ച് ഘടകകക്ഷികളുടെയൊക്കെ അവകാശവാദങ്ങൾ, അതിൽ ഒരു മാനദണ്ഡം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരിക സ്വാഭാവികമാണ്. അപ്പോൾ എന്ത് മാനദണ്ഡം സ്വീകരിച്ചാണ് ഇത്തരം ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും.